സഹായിക്കാൻ നേരിട്ടുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സഹായം സ്വീകരിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, നേരിട്ടിട്ട് CPMന്റെ ആരും എന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. എന്നോടോ എന്റെ ഭർത്താവിനോട് ഇതിനെപ്പറ്റി ആരും നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങളെ കണ്ടുപോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതിനെപ്പറ്റിയൊന്നും ആരും ഇതുവരെ മാധ്യമങ്ങൾ കൂടിയാണ് ഞാനും ഇത് അറിയുന്നത്. കുടുംബം ആവശ്യപ്പെട്ടാൽ എന്നുള്ള രീതിയിലാണ് ഇന്നലെ MP ജയരാജനും പറഞ്ഞത്. ഒപ്പം തന്നെ മുൻപ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? അന്ന് ഗോവിന്ദൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടാണല്ലോ, ഗോവിന്ദ മാഷ് പറഞ്ഞ സമയത്ത് ഇവരെന്താ പറഞ്ഞത്? എൻ വിജയന്റെ കുടുംബത്തിന് വേറൊരു പാർട്ടിയുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞവര് ഇന്ന് എന്തുകൊണ്ട് അങ്ങനെ മാറ്റി? അവരാദ്യം പറയട്ടെ, ഞങ്ങളെ കൊണ്ട് എൻ വിജയന്റെ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റില്ല എന്ന് അവർ തീർത്ത് പറയട്ടെ. ഏതായാലും ഇപ്പോ CPM-ആയിട്ട് അങ്ങനെ ആ രൂപത്തിൽ സഹായത്തിന്റെ ആവശ്യം നോക്കുന്നില്ല എന്നല്ല, ഞങ്ങളോട് നേരിട്ട് ആരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഈ മാധ്യമങ്ങൾ കൂടെ ഞാനും ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളോട് ആരും ഇതിനെപ്പറ്റി നേരിട്ട് സംസാരിച്ചിട്ടില്ല. അതിനെപ്പറ്റി അത് ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു പാർട്ടി ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നത്, ഞങ്ങളുടെ ഒരു ഇതിനകത്ത് പ്രവർത്തിച്ചതൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ്. ആ പാർട്ടി ഞങ്ങളെ കൈയൊഴിഞ്ഞതുകൊണ്ടാണല്ലോ വേറൊരു ആൾക്കാർ ഞങ്ങളടുത്ത് ഒരു മനുഷ്യത്വപരമായിട്ടാണല്ലോ അവർ പെരുമാറുന്നത്. അപ്പൊ ഈ പാർട്ടിയുടെ തോൽവിയല്ലേ ഇത്? അതെ, ഈ സൈബർ ആക്രമണം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് എനിക്ക് ഉണ്ടാവുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ ഡിസംബർ മുതൽ അവര് പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് ഈ മാധ്യമങ്ങൾ കൂടെയും സോഷ്യൽ മീഡിയയിലും എന്തിനാണ് ഒരു സ്ത്രീയായ എന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിന്റെ ലീഗൽ ആക്ഷന് പോവുകയാണ്. മുൻപ് സൈബർ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം അതും ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നു. അത് ഇവരെ പേടിച്ചിട്ടോ എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടോ ഒന്നുമല്ല. അത് എന്റെ കോൺഫിഡന്റ് ആണ്. അവര് എന്തും പറയട്ടെ, എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത്രയും പ്രശ്നമായിട്ട് ഞാൻ ഈ ഒരു സ്ഥിതിയിൽ കിടക്കുമ്പോഴും ഇന്നലെയും കോൺഗ്രസിൽ DCC-യിലുള്ള ഒരാൾ തന്നെയാണ് അത്രയും മോശമായിട്ട് എന്നെയും എന്റെ കുടുംബത്തിനെയും പറ്റി പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്. പിന്നെയും മോശമായിട്ട് ഇവർ ആരെയാണ്, ഏത് കള്ളന്മാരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അതിനകത്ത് സൈബർ ലിഞ്ചിങ്ങിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വീട്ടിൽ അച്ഛന് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല, സഹോദരൻ ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ളൊരു അറ്റാക്കാണ് വരുന്നത്. അതിനെന്താ മറുപടി എന്താണ്? ഞാൻ അതുവരെ 2008 കല്യാണം കഴിഞ്ഞതിന് ശേഷം 10 വർഷത്തോളം വീട്ടമ്മയായിട്ട് കഴിഞ്ഞു വരുന്ന ഒരാളാണ്. അത് ആ സമയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മായിയും ആ സമയത്ത് രോഗിയായിരുന്നു. അമ്മേനെ പരിചരിച്ചതും എല്ലാം ഞാൻ തന്നെയായിരുന്നു. അന്നൊന്നും ഞങ്ങളുടെ വീട്ടിലൊരു സെർവന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2019 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സെപ്റ്റംബർ മാസം മുതൽ ഞങ്ങളെ വീട്ടിൽ നിൽക്കുന്നത് ഒരേ ഒരു സെർവന്റാണ്. ഇന്നും അവൾ ആ വീട്ടിലുണ്ട്. ഞായർ എന്നുള്ള ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ആ സെർവന്റ് ഞങ്ങളെ വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ ഒരു സെർവന്റിനെ നമ്മൾ എന്തിനാണ് വീട്ടിൽ വെക്കുന്നത്? വെറുതെയാണോ വെക്കുക? നമുക്ക് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നതാണ് സെർവന്റ് എന്ന് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവൾ ഞങ്ങളെ വീട്ടിൽ വെറുതെ വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ കേസിൽ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അടുത്തൊരു ഘട്ടം കോൺഗ്രസ് പറയുന്നതിൽ നിൽക്കുന്നു, CPM മറ്റേ വാഗ്ദാനങ്ങൾ പറഞ്ഞു. അവര് പിന്നെയും മനസാക്ഷി ഇല്ലാത്ത മനുഷ്യന്മാരാണ് അവര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസാക്ഷിയില്ല, മനുഷ്യത്വമില്ല. തെറ്റ് ചെയ്തവരെ മൂടി വെപ്പിച്ചിട്ട് സംസാരിക്കുന്നവരെ സംസാരിക്കാതിരിക്കാൻ ഒതുക്കി തീർക്കുന്ന പ്രവൃത്തിയാണ് ഇന്നും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പൊ വിശ്വാസമുണ്ടോ ഇപ്പോഴും അവരെ ഈ വിഷയത്തിൽ? ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവരെ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന ആളായിട്ട് വിശ്വസിക്കുന്നതിന് പരമാവധി ഞാൻ അവരെ വിശ്വസിച്ചു. അവരൊരു എഗ്രിമെന്റ് പോലും അവർ മുക്കുക എന്ന് പറയുന്ന സമയത്ത് എന്നിട്ടും അവരെന്താ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാൾ പറയുന്ന എഗ്രിമെന്റ് ഉണ്ടെന്ന്, ഒരാൾ പറയുന്ന എഗ്രിമെന്റ് ഇല്ലാന്ന്, വേറൊരു നേതാവ് പറയുന്ന എഗ്രിമെന്റ് ഉണ്ട്. അവർക്ക് തന്നെ ഒരു വ്യക്തത അവർ വരുത്തട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഓരോ കോൺഗ്രസ്സുകാരനും ഞങ്ങളുടെ കുടുംബത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. വെറുതെ അനാവശ്യമായിട്ട് ഇത്ര ലക്ഷം തന്നു അത്ര ലക്ഷം തന്നു എന്ന് പറയരുത്. അവർക്ക് സംസാരിക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരിക്കാം, അതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, എന്റെ കുടുംബത്തിനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് സത്യം മാത്രമേ അവർ പറയാവുള്ളൂ. അതെ, പോലീസ് സ്റ്റേഷൻ, ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പരാതി കൊടുക്കാൻ പോവാണ്. ഡിസ്ചാർജ് ആയി.